നോർവേയിൽ ഇടത് രാഷ്ട്രീയ സഖ്യം അധികാരം നിലനിർത്തി. 2021 പൊതു തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെയാണ് വീണ്ടും പ്രധാനമന്ത്രി ജോനസ് ഗാർ സ്റ്റോറിന്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരം തുടരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം കൈയാളുന്ന ചൈന, ക്യൂബ, വിയറ്റ്നാം, കൊറിയ ഒഴിച്ചുള്ള രാഷ്ട്രങ്ങളിലെല്ലാം പ്രതിസന്ധിയെ നേരിട്ടു വന്ന വലതുപക്ഷത്തിന്റെ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങൾക്കിടയിലാണ് നോർവേയിൽ സകല വലതു പിന്തിരിപ്പൻ ശക്തികളെയും പിന്നിലാക്കി തിളക്കമാർന്ന ഈ വിജയം ഇടതുപക്ഷം കൈവരിക്കുന്നത്. ഈ വിജയത്തെ തീർത്തും ചുരുക്കി കാണാൻ പറ്റാത്ത ഒരു ലോകക്രമമല്ല. ഒരു വശത്ത് അമേരിക്കയും ട്രംപും ഏകലോകക്രമമെന്ന അഹങ്കാരത്തിൽ വാളെടുത്ത് സകലരെയും വിറപ്പിക്കുന്ന ഘട്ടം കൂടിയാണിത്. തങ്ങളുടെ കാൽ കീഴിൽ അടിയറവ് പറയാത്തവരെ കത്തിച്ച് ഭസ്മമാക്കുമെന്ന ഭീഷണി. എന്നാൽ മറുവശത്ത് ചൈന വൻ ശക്തിയായി ഉയരുന്നതിന്റെ ആകുലതയും അമേരിക്കയ്ക്കുണ്ട്. അമേരിക്ക ലോകരാഷ്ട്രങ്ങളെ കാൽ കീഴിൽ ഞെരിച്ചമർത്താൻ നോക്കുമ്പോൾ ചൈന മറ്റു രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കുന്നു. ഇതാണ് ലോകരാഷ്ട്രങ്ങളെ ചൈനയോടടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ലോകക്രമം മാറുകയാണെന്ന മറ്റൊരർത്ഥത്തിൽ പറയാം. ബ്രസീലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയും തിയാസിനിൽ നടന്ന SCO ഉച്ചകോടിയും ബീജിംഗിൽ നടന്ന സൈനിക പരേഡ് നൽകുന്ന സന്ദേശം അതാണ്. ഈ ശ്രേണിയിലാണ് ഇടതുപക്ഷ ഭരണകൂടങ്ങളുടെ പ്രസക്തിയും വരുന്നത്. ചൈനയിലും വിയറ്റ്നാമിലും ക്യൂബയിലും കൊറിയയിലും മാത്രം ഒതുങ്ങുന്നതല്ല ചുവപ്പിന്റെ രാഷ്ട്രീയമെന്ന് ലോകം തെളിയിക്കുകയാണ്. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിലും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലും യൂറോപ്പിലും ഏഷ്യൻ രാഷ്ട്രങ്ങളിലും ഇടതു മുന്നേറ്റം തുടരുകയാണ്. ബ്രസീൽ, അർജന്റീന, ഉറുഗ്വേ, മെക്സിക്കോ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ, യൂറോപ്പിൽ നോർവേക്ക് പുറമെ സ്പെയിൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ, ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നേറ്റം ഉൾപ്പെടെ ഏഷ്യൻ വിജയഗാഥകൾ നമുക്ക് മുന്നിലെ ആവേശമാണ്. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ കമ്മ്യൂണിസവും ഇടത് രാഷ്ട്രീയവും അസ്തമിച്ചുവെന്ന പ്രചണ്ഡമായ പ്രചരണങ്ങളും അടിച്ചമർത്തലുകളെയും അതിജീവിച്ചാണ് ഈ മുന്നേറ്റമെന്നും കാണണം. സോവിയറ്റ് യൂണിയൻ തകർന്ന് 3.5 പതിറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ ഇടത് രാഷ്ട്രീയം ലോകമെങ്ങും ചുകന്ന് തുടുക്കുകയാണെന്ന ആവേശ കാഴ്ചകളിൽ ഒടുവിലത്തേതാണ് നോർവേയിലേത്. ഈ മുന്നേറ്റം ഇവിടെ അവസാനിക്കുന്നില്ല. കാലം സാക്ഷിയാകും.